2011 മുതൽ തുടങ്ങിയതാണ് സിറിയയിൽ ആഭ്യന്തര കലാപം. എന്നാൽ ഏതാനും ദിവസങ്ങളായി ഈ പോരാട്ടം അതിതീവ്രമായിരുന്നു. വിമതസേനയുടെ അപ്രതീക്ഷിത ആക്രമണത്തിൽ 11 ദിവസം കൊണ്ട് ബഷർ അൽ അസദിന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചു. ടർക്കിഷ് സായുധ സംഘങ്ങളുടെ സഹായത്തോടെയാണ് സുന്നി സായുധ സംഘമായ ഹയാ തഹ്രീർ അൽ ഷാം സിറിയ പിടിച്ചടക്കിയത്. എന്നാൽ ബാഷർ വീഴുമ്പോൾ തിരിച്ചടിയേറ്റത് റഷ്യ ഇറാൻ ചേരിക്കാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇത്രയും കാലം രാജ്യത്ത് വിമതസേനയെ പ്രതിരോധിച്ചത് റഷ്യൻ ഇറാഖ് പിന്തുണയോടെയാണ്. നിലവിൽ ഇറാന്റെ പിന്തുണയുള്ള ഹമാസും ഹിസ്ബുള്ളയും ഇസ്രായേലുമായി യുദ്ധത്തിലായതുകൊണ്ടും മറുവശത്ത് റഷ്യ യുക്രൈനുമായി യുദ്ധം നേരിടുന്നതുകൊണ്ടും ഈ നിർണായക ഘട്ടത്തിൽ അസദിനെ സംരക്ഷിക്കാനാകാതെ നോക്കി നിൽക്കാനേ ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞുള്ളൂ. കഴിഞ്ഞ ദിവസം അധികാര മാറ്റ ചർച്ചകളെ തുടർന്ന് സൈനിക വിമാനത്തിൽ രക്ഷപ്പെട്ട അസദും കുടുംബവും നിലവിൽ മോസ്കോയിൽ അഭയം തേടിയെന്നാണ് വിവരം. എന്താണ് സിറിയയിൽ സംഭവിച്ചത്? ഇസ്രായേൽ, ലെബനൻ, ഇറാഖ്, ജോർദാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് സിറിയ. പശ്ചിമേഷ്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിർണായകമായ ഭൂപ്രദേശം. 2.3 കോടി ജനസംഖ്യ. എന്നാൽ കേരളത്തിനേക്കാൾ 5 ഇരട്ടി വലിപ്പം രാജ്യത്തിനുണ്ട്. ജനസംഖ്യയിൽ 75% സുന്നി മുസ്ലിങ്ങൾ, 13% ഷിയ വിഭാഗക്കാർ, ക്രിസ്ത്യാനികൾ 10%. ബാഷർ അൽ അസദിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം രാഷ്ട്രീയമായി ഇറാനൊപ്പം. ഭൂരിഭാഗം പ്രദേശങ്ങളും സർക്കാർ അധികാരത്തിന് കീഴിലാണെങ്കിലും ചില പ്രദേശങ്ങൾ തുർക്കി പോലുള്ള രാജ്യങ്ങളുടെ പിന്തുണയുള്ള വിമതരുടെ നിയന്ത്രണത്തിലുമായിരുന്നു. റഷ്യൻ ഇറാൻ സൈന്യത്തിന്റെ സഹായത്താലാണ് അസദ് വിമതസേനയെ പ്രതിരോധിച്ചു പോന്നത്. അബു മുഹമ്മദ് അൽ ജലാനിയാണ് വിഘടിച്ചു നിന്ന നാഷണൽ ഫ്രണ്ട് ഓഫ് ലിബറേഷൻ, അഹ്റാൽ അൽ ഷാം, ഷെയ്ഖ് അൽ ഈസ, നൂറുദ്ദീൻ അൽസംഗി മൂവ്മെന്റ്, സിറിയൻ ദേശീയ സേനയുടെ കീഴിലുള്ള തുർക്കി അനുകൂല ഗ്രൂപ്പുകൾ എന്നീ വിമത സംഘടനകളെ ഏകോപിപ്പിച്ച് രക്തരഹിത കലാപം തുടങ്ങിയത്. അൽ-ഖ്വയ്ദ പോലുള്ള നിരവധി തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള ജുലാനി ഇപ്പോഴും അമേരിക്കൻ തീവ്രവാദ പട്ടികയിലുള്ളയാളാണ്. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നീങ്ങുന്ന സമയമായിരുന്നു ഇത്. അസദ് സർക്കാരിന് നവംബറിൽ അലപ്പോയിലുണ്ടായ വിമത നീക്കങ്ങളെ ചെറുക്കാനുള്ള ശേഷി അതിനാൽ തന്നെ ഉണ്ടായിരുന്നുമില്ല. രക്ഷകരായ ഇറാൻ ഇസ്രായേലുമായും മറുവശത്ത് റഷ്യ യുക്രൈനുമായി യുദ്ധത്തിലായതുകൊണ്ട് കാര്യമായ സഹായം അവിടെ നിന്നും ലഭിച്ചില്ല. അയൽ രാജ്യമായ ലെബനൻ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന നിലയിലാണ്. വിമത നീക്കം തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അസദിന് രാജ്യം വിട്ടോടേണ്ടി വന്നു. ഒന്ന് ചെറുത്തു നിൽക്കാൻ പോലും അസദിന് കെൽപ്പുണ്ടായിരുന്നില്ല എന്നത് വിചിത്രമായ സത്യം. സൈനിക പോസ്റ്റുകൾ വിട്ടെറിഞ്ഞ് സിറിയൻ സൈനികർ വിമതർക്കൊപ്പം ചേർന്നതായും ചില സിറിയൻ നഗരങ്ങൾ ഇപ്പോഴും അസദ് അനുകൂലികളുടെ പക്കലാണെന്നും പല റിപ്പോർട്ടുകൾ വരുന്നു. സിറിയയ്ക്ക് എന്ത് സംഭവിക്കുമെന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. 2011 അറബ് വസന്തത്തെ അതിജീവിച്ച അസദിന്റെ അടിത്തറ ഇളക്കിയത് പശ്ചിമേഷ്യയിൽ പുതിയ അധികാര നയങ്ങൾക്ക് തുടക്കമിടും. വർഷങ്ങൾ നീണ്ട അസദ് കുടുംബത്തിന്റെ ഭരണത്തിന് അവസാനമായതിനാൽ സിറിയൻ ജനത ആഹ്ലാദത്തിലാണെങ്കിലും കടുത്ത മതവാദികളായ നേതാക്കൾ അധികാരത്തിലേറുമ്പോൾ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകുമോ എന്ന ഭയവും ചെറുതല്ല. അതേസമയം ഇറാനും റഷ്യയും ഹിസ്ബുള്ളയും അടങ്ങുന്ന ചേരിക്ക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോഴത്തെ നീക്കം. മേഖലയിൽ റഷ്യൻ നേതൃത്വത്തിലുള്ള പദ്ധതികൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും എന്ത് സംഭവിക്കുമെന്നും കാത്തിരുന്നു കാണണം. മറ്റു ചില അഭ്യൂഹങ്ങളും ഒപ്പം തന്നെ പ്രചരിക്കുന്നുണ്ട്. പലസ്തീൻ വിഷയത്തിൽ ഹമാസിനൊപ്പം നിന്ന രാജ്യങ്ങളെയും സംഘടനകളെയും തകർക്കുക, മിഡിൽ ഈസ്റ്റിൽ രാജ്യങ്ങളുടെ അധികാര മാറ്റം ഉണ്ടാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ US ഇസ്രായേൽ ചേരി നടപ്പിലാക്കുന്ന രഹസ്യ ഓപ്പറേഷനാണ് ഇതെന്നും ചില വിലയിരുത്തലുകളുണ്ട്. റഷ്യൻ യുദ്ധവിമാനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ തകർത്തുകൊണ്ടായിരുന്നു വിമത നീക്കം സിറിയയിൽ തുടങ്ങിയത്. ഇതിനു പിന്നിൽ US ഇസ്രായേൽ തുർക്കി സഖ്യമാണെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അബു മുഹമ്മദ് അൽ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള ഹയാ തഹ്രീർ അൽ ഷാം വിമതസേനയ്ക്ക് സഹായം നൽകുന്നത് ഇവരാണെന്നും ചിലർ ആരോപിക്കുന്നുണ്ട്. ഇസ്രായേലികൾക്ക് ഭീഷണിയായേക്കാവുന്ന 7 മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ, അതായത് സിറിയ, ഇറാഖ്, ഇറാൻ, ലിബിയ, യമൻ, സൊമാലിയ, സുഡാൻ എന്നിവിടങ്ങളിൽ ഭരണമാറ്റം വരുത്താനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പദ്ധതിയാണിതെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. സിറിയയിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങിയതോടെ അതിർത്തിയോട് ചേർന്ന ഗോലൻ കുന്നുകൾ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തെന്നും, എന്നാൽ അതല്ല മറിച്ച് 24 വർഷത്തെ അസദ് കുടുംബത്തിന്റെ കിരാത വാഴ്ചയ്ക്കെതിരെ ജനങ്ങൾ സംഘടിച്ചതാണെന്ന വാദവും അന്താരാഷ്ട്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു.